കൂർക്കയാണേ. കൂർക്ക ഇഷ്ടമല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ലല്ലേ. കൂർക്ക എങ്ങനെ വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇത് നന്നാക്കണ പാഠം ആലോചിക്കുമ്പോൾ പ്രാന്താവൂലേ. പക്ഷേ കൂർക്ക വെച്ചിട്ടുള്ള കറി കാണുമ്പോൾ കൊതി തന്നെയാണ്. അപ്പം ഇത്തിരി ബുദ്ധിമുട്ടിയാലും നല്ല കറി ഉണ്ടാക്കി കഴിക്കാൻ ഇച്ചിരി കഷ്ടപ്പെടാമല്ലേ. അപ്പം പോലെ നല്ലവണ്ണം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്ത് വെച്ച കൂർക്കയാണ് കേട്ടോ. ഈ കൂർക്ക വെച്ച് നമുക്കൊരു വറുത്തരച്ച കറി ഉണ്ടാക്കി നോക്കിയാലോ, ഒരു മസാല കറി. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കൂർക്ക നന്നാക്കി ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കറുത്തു പോകുന്നേ. എന്നിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കൂർക്ക നന്നായി കഴുകി ഊറ്റി വെച്ചിട്ട് ഞാനത് ആ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് പച്ചമുളകാണ്. അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി, പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അത്യാവശ്യം മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഈ സമയം നമുക്ക് മസാല ഒന്ന് ചൂടാക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ ഇങ്ങനെ ചെയ്യാറില്ലേ, മസാലയൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അത് തന്നെ സംഭവം. അപ്പോൾ ഇത് നന്നായിരുന്നു നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരു തീയിലെണ്ണ ഇട്ടിട്ട് നമ്മൾ മൂപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പോവേ. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മൂപ്പിച്ച് വെച്ചേക്കണ ആ പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ, വെന്തിട്ടൊന്നുമില്ല, തള മാത്രം വന്നിട്ടുള്ളൂ. അത് ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവാൻ വിടാം കേട്ടോ. അപ്പോൾ കൂർക്കൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതും നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുള്ളിയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 ചെറുള്ളിയും ഒരു 5-6 തന്നെ വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ നല്ലോണം ഒന്ന് മൂത്ത് വരണം. ഒരു ഗോൾഡൻ നിറത്തിലേക്കാവും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് പെരിഞ്ജീരകമാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. പരമാവധി തീ കുറച്ചിട്ട് തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും, തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ ചെറു തീയിൽ തന്നെ ഇട്ട് ഇളക്കി ഇതേപോലെ ഒരു ഗോൾഡൻ നിറാവും വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇളക്കി വന്നില്ലേ, മതിയാക്കാം കേട്ടോ. ഇത്ര തന്നെ മൂത്താൽ മതി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ സമയം നമ്മുടെ കഷ്ണങ്ങളൊക്കെ എന്തായി നോക്കാം. വെന്തിട്ടുണ്ട്, കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ആ സമയം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയ ആ തേങ്ങ ഇത് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തതേ അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഇതായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതായത് നമ്മുടെ കൂർക്ക കഷ്ണങ്ങൾ അതൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുക്കറിൽ വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും നേരത്തെ ആവശ്യമില്ല. കുക്കറിൽ 1-2 വിസിലും കൊണ്ട് സംഭവം വെന്ത് കിട്ടേ. ഞാനിപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. അത് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെന്ത കാരണം ഞാൻ ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചിറ്റിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കാം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ സമയം നോക്കാം. കറിക്ക് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി
നല്ലവണ്ണം തിളച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കുക കേട്ടോ. ലാസ്റ്റ് ചെയ്ത് നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, ചെറുള്ളി ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഇളക്കി കൊടുത്ത് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിത് കണ്ട ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ. ഒരു അര ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അടിപൊളി കറിയാണ് കേട്ടോ. കൂർക്ക വെച്ച് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനത്തെ കറി? നല്ല കറിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ, കൂർക്ക വെച്ച് ഇങ്ങനെ വറുത്തരച്ചത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കറി വെള്ളം പോലെ കാണുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ആ കഴിക്കുന്ന സമയമായപ്പോൾ ഉണ്ടല്ലോ നല്ലോണം വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം വറ്റി വരികയും ചെയ്യട്ടെ. ഇത്രയും തിക്നെസ് ഇല്ല, വെള്ളം പോലെ ഉണ്ടാവില്ല. ഇത്തിരി തിക്കായിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കിട്ടുകയും ചെയ്യട്ടെ. അപ്പം നിങ്ങൾ കൂർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കൂർക്ക് ഉപ്പേരി മാത്രമല്ല, മെഴുക്കുവരട്ടി മാത്രമല്ല, ഇതേപോലത്തെ വറുത്തരച്ച കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഈ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ.